ഇൻസൈറ്റിലേക്ക് സ്വാഗതം. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വലയിൽ അമേരിക്ക ഒരു ആക്രമണം തുടങ്ങിയിരിക്കുന്നുവെന്നതാണ് ലോകത്ത് പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്. വെനസ്വലൻ തീരത്ത് നങ്കൂരമിട്ടിരുന്ന ഏതാനും ബോട്ടുകൾക്ക് നേരെ അമേരിക്ക ഡ്രോൺ ആക്രമണം നടത്തി. മയക്കുമരുന്നിനെതിരായ യുദ്ധമെന്നാണ് അമേരിക്ക ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താനായി ലോഡ് ചെയ്തിരുന്ന ബോട്ടുകളാണ് തകർത്തത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ മയക്കുമരുന്നിനെതിരായ യുദ്ധമാണോ അമേരിക്ക നടത്തുന്നത്, മറിച്ച് ലാറ്റിൻ അമേരിക്കയിൽ മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണോ എന്ന വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഷബീറാണ്. അദ്ദേഹം കേരള സർവകലാശാലയിലെ ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ്. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ വെനസ്വലയിൽ ഈ അമേരിക്ക ഒരു ആക്രമണം നടത്താനിടയ്ക്ക് പശ്ചാത്തലം എന്താണ് എന്നുള്ള വിഷയമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അല്ല, വെനസ്വേലൻ തീരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് പുതുതായി ആരംഭിച്ച ഒരു തരത്തിലുള്ള ഒരു അമേരിക്കൻ ആക്രമണമല്ല. 1999 ഹ്യൂഗോ ഷാവേസ് വെനസ്വേലയിൽ അധികാരത്തിലെത്തുകയും അദ്ദേഹം അവിടെ ഒരു ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല എന്ന രീതിയിൽ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്ര പുനർനിർമ്മാണം അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം 3 തവണ വെനസ്വേലയുടെ പ്രസിഡന്റായി. അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ നിക്കോളാസ് മദൂറോ പ്രസിഡന്റായി. ഒരു 2 ഡെക്കേഡായി അവിടെ നടന്നു വരുന്ന ഒരു സോഷ്യലിസ്റ്റ് പരീക്ഷണമുണ്ട്. അതിന് അവരെ പേരിട്ട് വിളിച്ചിരിക്കുന്നത് ബൊളിവേറിയൻ സോഷ്യലിസം എന്നാണ്. ഈ സർക്കാരുകൾ, പ്രത്യേകിച്ച് ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരിനെ, അതിന്റെ തുടർച്ചയായിട്ടുള്ള നിക്കോളാസ് മദൂറോ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്ക നിരന്തരമായി അവിടെ ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലെ ഏറ്റവും അവസാനത്തെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് വേണം ഇതിനെ കാണാൻ. ഇതൊരു പെട്ടെന്നൊരു കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഒരു ഫോറിൻ മിലിറ്ററി അഗ്രഷൻ, ലാർജ് സ്കെയിലുള്ള ഒരു അഗ്രഷന് അമേരിക്ക അവിടെ കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അമേരിക്കയുടെ ഒരു നേവൽ ബിൽഡപ്പ് അവിടെ കാര്യമായ രീതിയിലുണ്ട്. വലിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലൊന്നായ ഒരു യുദ്ധക്കപ്പൽ അടക്കം അവിടെ കൊണ്ടുവന്നിട്ടാണ് അമേരിക്ക ഇവിടെ ഒരു വലിയൊരു നേവൽ ബിൽഡപ്പ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ഒരു പ്രധാന ഉദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് വെനസ്വേലൻ തീരത്ത് നിന്ന് കരീബിയൻ ഉൾക്കടൽ വഴി, കരീബിയൻ സീ വഴി അമേരിക്കയിലേക്കുള്ള ഡ്രഗ് ട്രാഫിക്കിംഗ് തടയുക, പിന്നെ അനധികൃത ആളുകളുടെ കുടിയേറ്റ ശ്രമങ്ങൾ തടയുക, വെനസ്വേല നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ വിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുക എന്ന ഒരു ലക്ഷ്യമാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നതെങ്കിലും ആത്യന്തികമായി ഇതിൽ കാണാൻ സാധിക്കുന്നത് വെനസ്വേല ഒരു ഓയിൽ റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ്. ഓയിൽ റിച്ച് എന്നതിനേക്കാൾ ഉപരി ഓയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നിന്നുള്ള പ്രധാനമായിട്ടുള്ള എണ്ണ കയറ്റുമതി, ഈ കടൽ മാർഗവും എണ്ണ കയറ്റുമതി തടയുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഇതിന് പിന്നുള്ളത്. അതിനൊപ്പം തന്നെ എണ്ണ കയറ്റുമതി തടഞ്ഞ് വെനസ്വേലയെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വിട്ട് അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കി അവിടെ റെജിം ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു കോപ്പുകൂട്ടലാണ്. ഇനി സമാധാനപരമായോ അല്ലെങ്കിൽ ആഭ്യന്തരമായ രീതിയിൽ റെജിം ചേഞ്ച് നടപ്പിലാകുന്നില്ലെങ്കിൽ സായുധമായ ഇടപെടലും അമേരിക്ക ഈ ഒരു സൈനിക വിന്യാസം വഴി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഹ്യൂഗോ ഷാവേസിനെ അട്ടിമറിക്കുന്നതിന് നേരത്തെ കുറേ ശ്രമങ്ങൾ അവിടെ നടന്നിരുന്നു, ആഭ്യന്തരമായ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഇപ്പോൾ നിക്കോളാസ് മദുറോയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? മാത്രമല്ല, അത്തരം ചില സൂചനകൾ ട്രംപ് തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒഴിയണോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തീരുമാനിക്കാം, മാറുന്നതാണ് നിക്കോളാസ് മദുറോയ്ക്ക് നല്ലത് എന്നാണ് ട്രംപ് തന്നെ പറഞ്ഞത്. അതായത് മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധം എന്നതിനേക്കാൾ ഈ നിക്കോളാസ് മദുറോയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെയും കുറേ നാളായി തുടരുന്ന ഉപരോധത്തിൻ്റെയും ചെറിയ ആക്രമണങ്ങളുടെയും ഒക്കെ ലക്ഷ്യമെന്നാണോ ഇതിൻ്റെ വ്യക്തമാകുന്നത്? തീർച്ചയായും ഇത് കാലങ്ങളായി നടന്നു വന്നിരിക്കുന്ന ഒരു റെജിം ചേഞ്ച് പോളിസി തന്നെയാണ്. അത് വെനസ്വേലയുടെ കാര്യത്തിൽ മാത്രമല്ല, അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക്
ഒപ്പം നിൽക്കാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യ തലവന്മാർക്കെതിരെ എല്ലാം ഈ തന്ത്രം കഴിഞ്ഞ 2 നൂറ്റാണ്ടായിട്ട് പ്രയോഗിച്ചു വരുന്നുണ്ട്. അതായത് 2 നൂറ്റാണ്ട്, അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ 1820s സ്വാതന്ത്ര്യം നേടിയവയാണ് സ്പെയിനിൽ നിന്നും. അത് ഒരു 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലും പിന്നെ 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തിലുമാണ് അമേരിക്ക അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ട് മാറുന്നത്. അതിനു മുമ്പ് സ്പെയിനിന്റെ കോളനി ആയിരുന്നു. സ്പെയിനിന്റെ കോളനി ആയതുകൊണ്ട് തന്നെയാണ് അതിന് ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞത്. അതെ. പോർച്ചുഗലിന്റെ കോളനിയായ ബ്രസീലുണ്ട്. അതിനുശേഷം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഫൈനാൻസിന്റെ കയ്യിലായിരുന്നു ഈ രാജ്യത്തിന്റെ ഒരു ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ട് ആദ്യത്തിൽ അമേരിക്കൻ മൂലധന നിക്ഷേപം ഇവിടെ കാര്യമായി ഉണ്ടാവുകയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അമേരിക്കൻ സ്വാധീനം ഉണ്ടായി വരികയും ചെയ്തു. അതിന്റെ ആ ഒരു സ്വാധീനം ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള അമേരിക്കയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വലിയ രീതിയിലുള്ള കമ്പനികൾ, അതായത് കാർഷിക രംഗത്ത് ഇടപെടുന്നത്, എനർജി രംഗത്ത് ഇടപെടുന്നത്, ആംസ് ട്രേഡ്, ഇങ്ങനെ പല രീതിയിലുള്ള അമേരിക്കൻ കമ്പനികൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവർക്ക് കാര്യമായ രീതിയിൽ മുതൽമുടക്കുണ്ട്. അപ്പൊ ഈ ഹ്യൂഗോ ഷാവേസ് വെനസ്വേല പ്രസിഡന്റായി വന്ന സമയത്ത് തന്നെ നിരവധി മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇടതുപക്ഷ സ്വഭാവമുള്ള സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു. ഈ ഇക്വഡോറിൽ റഫേൽ കൊറിയ, ബൊളീവിയയിൽ ഇവോ മൊറേലസ്, അതുപോലെ തന്നെ ബ്രസീലിൽ ലുല ഡാ സിൽവ, അർജന്റീനയിൽ കിച്ച്നർ ഫാമിലിയിലെ നെസ്റ്റർ ഡി കിച്ച്നർ, ഇങ്ങനെ നിരവധിയായ ഇടതുപക്ഷ സ്വഭാവമുള്ള സർക്കാരുകൾ തുടർച്ചയായി വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ പിങ്ക് ടൈഡ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ മൂലധന താല്പര്യങ്ങൾക്ക് കാര്യമായ തിരിച്ചടി ഈ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം പ്രധാനപ്പെട്ട ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ വെനസ്വേല, ഇക്വഡോർ, ബൊളീവിയ എന്നിവയൊക്കെ ഓയിൽ, നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനിങ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ മേൽനോട്ടത്തിലാണ്. എന്നാൽ ഈ ഇടതുപക്ഷ സർക്കാരുകൾ അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നാച്ചുറൽ റിസോഴ്സിനെ നാഷണലൈസ് ചെയ്യുകയും, അതായത് നാഷണൽ കമ്പനികളുടെ സ്റ്റേറ്റിന്റെ സ്റ്റേക്ക് കൂട്ടുകയും ചെയ്ത വഴി ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ കോർപ്പറേറ്റ് ലാഭത്തിൽ ഇടിവ് വരികയും, അന്ന് തൊട്ട് തന്നെ ഈ ഇത്തരം കമ്പനികൾ നേരിട്ടോ അല്ലാതെയോ ഇവിടങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കാനും ഈ സർക്കാരുകളെ അട്ടിമറിക്കാനും നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഷാവേസിനെതിരെ ഒരു കൂ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട് 2002. അതൊരു ബ്രീഫ് കൂ ആയിരുന്നു, ഒരു 48 മണിക്കൂറിനുള്ളിൽ. പക്ഷേ കാരക്കാസിലെ ജനങ്ങൾ പ്രസിഡൻഷ്യൽ പാലസ് വളയുകയും അവിടെ കൂവിന് നേതൃത്വം കൊടുത്ത ആളുകളെ അവിടുന്ന് ഓടിക്കുകയും ഷാവേസിനെ കസ്റ്റഡിയിലെടുത്ത മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് തന്നെ ഷാവേസിനെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരികയും ചെയ്യുന്ന ഒരു സംഭവത്തിനും ലോക സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഷാവേസിന്റെ മരണശേഷം നിക്കോളാസ് മദൂറോ അധികാരത്തിൽ വന്നത് ഏതാണ്ട് 50% മാത്രം വോട്ട് നേടിക്കൊണ്ടാണ്. അത് ഷാവേസിന്റെ അത്ര ഒരു പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതുക വയ്യ. എന്നിരുന്നാലും ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് ഷാവേസിന്റെ കാലത്ത് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അതെ, അപ്പം സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റ് ആയി. പിന്നീട് വന്ന ഇലക്ഷനിൽ ഒരു ഷാവേസിന്റെ അത്ര ഒരു പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്നിരുന്നാൽ തന്നെയും ആ ബൊളിവേറിയൻ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ രാജ്യങ്ങളിലെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യങ്ങളെല്ലാം അതിന്റെ എക്കോണമി, പ്രത്യേകിച്ച് വെനസ്വേല, ഓയിൽ എക്സ്ട്രാക്ഷനിൽ ഓയിൽ ട്രേഡിൽ ഡിപ്പെൻഡന്റ് ആണ്. അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില ഉയർന്നു നിൽക്കുമ്പോൾ ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആ സമയത്ത് വെനസ്വേലൻ സർക്കാരിന് നിരവധിയായ സോഷ്യൽ സ്പെൻഡിങ് പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യാനും അതൊക്കെ ജനങ്ങളിലേക്ക് ആ സോഷ്യൽ ബെനിഫിറ്റ്സ് എത്തിച്ചു കൊടുക്കാനും പറ്റിയിരുന്നു. ആ സമയങ്ങളിലാണ് വെനസ്വേലൻ സർക്കാരിന്റെ അപ്രൂവൽ റേറ്റിംഗ്സ് വളരെ ഹൈ ആയിരുന്നു. ഷാവേസിന്റെ, മദൂറോയുടെ ഇടക്കാല തത്വത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡിപ്പെൻഡൻസി കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ രാജ്യങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടാകുകയും ഇത്തരം പ്രവൃത്തി സോഷ്യൽ സ്പെൻഡിങ്ങിനും മറ്റ് രാജ്യ പുരോഗമന പ്രവൃത്തികൾക്കും, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും സോഷ്യൽ സെക്യൂരിറ്റി സ്പെൻഡിങ്ങിനും ഒന്നും പൈസ ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ ഗ്ലോബൽ ഓയിൽ പ്രൈസുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് ഈ വെനസ്വേലൻ എക്കോണമിയും അവിടുത്തെ തന്നെ സോഷ്യൽ സ്പെൻഡിങ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ രാജ്യം വല്ലാത്തൊരു ഡിസ്ട്രസിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഉപരോധങ്ങൾ തന്നെ അതിനെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, അതിന്റെ ഭാഗമായ തൊഴിലില്ലായ്മ,
ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ തന്നെ അവിടെ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഇത്തരം ഒരു നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരമായി പല ഘട്ടങ്ങളിലും അത് പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും. അതായത് ഈ നഗര കേന്ദ്രീകൃതമായ ഒരു ഇലക്ട്രേറ്റ് ആണ് മെയിനായിട്ടും ഇത്തരം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുക. അതായത് റാപ്പിഡ് അർബനൈസേഷൻ നടക്കുക. അർബനൈസേഷൻ എന്ന് ഉദ്ദേശിച്ചത് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വലിയ മെട്രോ നഗരങ്ങളും എന്ന നിലയ്ക്കല്ല, വലിയ ജനസംഖ്യ. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടും കൃഷി നശിച്ചും അങ്ങനെ നിരവധി ആളുകളൊക്കെ ഈ നഗരങ്ങളിലേക്ക് കുടിയേറി ഒരു അർബൻ പുവർ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വലിയ രീതിയിലുണ്ടായി. വലിയ ജനസംഖ്യയുള്ള നഗരങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിൽ എമ്പാടും ഉള്ളത്. അപ്പം ഇത്തരം നഗരങ്ങളിൽ ഈ പ്രത്യേക ധാരാളം ചേരികളുണ്ട്. അപ്പൊ അത്തരം അവിടുത്തെ ആളുകളെയൊക്കെ എന്താണ് പറയുക, ഒരു ഈ രാജ്യത്തിലെ ഒരു സോഷ്യൽ സ്പെൻഡിങ്ങിന്റെ, രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഒരു ബെനിഫിഷ്യറീസ് ആക്കി മാറ്റാൻ ഈ സർക്കാരിന് സാധിച്ചിരുന്നു, ഈ സോഷ്യലിസ്റ്റ് സർക്കാരിന് സാധിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓയിൽ റവന്യൂ ഉള്ളപ്പം സോഷ്യൽ സ്പെൻഡിങ് ഒക്കെ കാര്യമായി നടക്കുകയും സമൂഹത്തിലെ ഈ അന്തഃഛിദ്രങ്ങൾ പൊതുവെ അധികം പുറത്തു വരാതിരിക്കുകയും ഒരു റിലേറ്റീവ് പീസ് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ അനുസരിച്ചുണ്ടാകുന്ന ഈ ക്രൂഡ് ഓയിലിലെ ഏറ്റക്കുറച്ചിലുകളോടൊപ്പം ഈ റെജീം ചേഞ്ചിന് വേണ്ടി അമേരിക്ക നടത്തിയ നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട്. ആദ്യം ഈ PDVSA എന്ന് പറയുന്ന പെട്രോളിയോസ് ഡി വെനസ്വേല എന്ന കമ്പനി, അതായത് വെനസ്വേലയുടെ നാഷണൽ കമ്പനിയാണ്, ഓയിൽ കമ്പനിയാണത്. അവരാണ് അവിടെ റിഫൈനിങ് നടത്തുന്നത്, അവരാണ് ഇത് എക്സ്ട്രാക്ഷൻ നടത്തുന്നത്, റിഫൈനിങ് നടത്തുന്ന, വിതരണം ചെയ്യുന്നതിനൊക്കെ കുത്തകയുള്ള കമ്പനിയാണ്. മുമ്പ് പല സ്വകാര്യ കമ്പനികൾക്കും വലിയ സ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പരമാവധി കുറച്ച് ഒരു അമേരിക്കൻ കമ്പനി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ലീഗലായി പ്രവർത്തിക്കുന്നത്. പിന്നെ ചൈനയാണ് മറ്റ് ഈ വെനസ്വേലൻ ക്രൂഡ് കൂടുതലായി വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത്, അതായത് ഓയിൽ പ്രൈസസ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാജ്യത്ത് വളർച്ചയും എന്ന ഒരു റിലേറ്റീവ് പീസും ഉണ്ടാവും. എന്നാൽ ഓയിൽ പ്രൈസ് കുറയുന്ന സമയത്ത് രാജ്യത്ത് പലതരത്തിലുള്ള അൺട്രസ്റ്റും സോഷ്യൽ അൺട്രസ്റ്റും സാമ്പത്തിക ഞെരുക്കവും ഒക്കെ ഉണ്ടാവും. അതിന് മേലെ ഈ പെട്രോളിയം ഡി വെനസ്വേല എന്ന കമ്പനിയുടെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ പ്രത്യേകിച്ച് ഈ മദൂറോ സർക്കാരിന്റെ കാലത്ത് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുകയുണ്ടായി. അതായത് ഇവരുടെ പെട്രോളിയം ട്രേഡിങ്ങിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഉപരോധം. അതേ തുടർന്ന് ഈ വെനസ്വേലയിൽ എണ്ണ ഉൽപാദന രംഗത്ത് സഹകരിച്ചിരുന്ന പല രാജ്യങ്ങൾക്കും, അതായത് ഇന്ത്യയുടെ ONGC ഇന്ത്യയുടെ ONGC ഈ പെട്രോളിയം റിഫൈനിങ്ങിലും പെട്രോളിയം ട്രേഡിലും ഇവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, വെനസ്വേലയുമായിട്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവിടെ സ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം രാജ്യങ്ങൾക്കൊന്നും ഈ ഒരു പെട്രോളിയം റിഫൈനിങ് പിന്നെ അതിന്റെ വിതരണം ഇതൊന്നുമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അമേരിക്കൻ സാങ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വെനസ്വേലയ്ക്ക് വലിയ ഇടിവില്ലാത്ത രീതിയിൽ ട്രേഡ് നടത്താൻ പറ്റുന്നത് ചൈനയായിട്ട് മാത്രമാണ്. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഈ വെനസ്വേലയുടെ എണ്ണ വ്യാപാരത്തെ ഈ ട്രംപ് ഏർപ്പെടുത്തിയ സാങ്ഷൻസ് ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെയാണ് ഈ വെനസ്വേല ഒരു കരീബിയൻ തീരമുള്ള രാജ്യമാണ്. കരീബിയൻ തീരമുള്ള രാജ്യം എന്ന നിലയ്ക്ക് വെനസ്വേലയിലെ എണ്ണ വ്യാപാരം കൂടുതലായും കരീബിയൻ തീരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കരീബിയൻ പോർട്സ് വഴിയുള്ള ഓയിൽ ട്രേഡ്, അവിടെ ഒരു കംപ്ലീറ്റ് നേവൽ ബ്ലോക്കേഡ് ആണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. 15,000-ഓളം സേനാവ്യൂഹം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അമേരിക്ക നിലവിൽ. തീർച്ചയായും നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അമേരിക്ക ക്യൂബയിൽ 1958 മുതൽ, അതായത് ക്യൂബൻ വിപ്ലവം സക്സസ് ആകാൻ പോകുന്നു എന്ന് തോന്നിയ ഘട്ടം മുതൽ അമേരിക്ക അവിടെ ഇത്തരത്തിലൊരു സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചു. അത് 1962 ആയപ്പോൾ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് എംബാർഗോ ആയി. അത് ഒരു 50 വർഷത്തിലധികമായിട്ട് അത് വലിയ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂബയ്ക്ക് ഇപ്പോഴും ചൈനയായിട്ട് ട്രേഡ് ഉണ്ട്. മുമ്പ് സോവിയറ്റ് റഷ്യയാണ് ക്യൂബയെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ക്യൂബ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ബരാക് ഒബാമയുടെ കാലത്ത് ചില ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടത്തി മ്യൂച്വൽ റിലേഷൻസ് കുറച്ച് ബെറ്റർ ചെയ്യാൻ നോക്കിയെങ്കിലും പിന്നീട് ട്രംപ് വന്ന് ക്യൂബയെ പിന്നെയും ഗ്ലോബൽ സ്പോൺസേഴ്സ് ഓഫ് ടെററിസം പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തി. മുമ്പ് ഈ കോൾഡ് വാറിന്റെ സമയത്ത്, ക്യൂബൻ മിസൈൽ ക്രൈസിസിന്റെ സമയത്ത് അമേരിക്കൻ വിരുദ്ധ ശക്തികളെ അല്ലെ അമേരിക്കൻ വിരുദ്ധ താല്പര്യങ്ങൾ അമേരിക്കയിലേക്ക് നേരിട്ട് ഒരു ആക്രമണം നയിക്കാൻ ന്യൂക്ലിയർ വാർ ഫ്രണ്ട് ഓപ്പൺ ചെയ്തു ക്യൂബ എന്ന ആരോപണങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു സാധുത കൊടുക്കാമായിരുന്നു. പക്ഷെ
ഈ കോൾഡ് വാറിന് ശേഷം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾക്കും ഒരു സാധ്യതയില്ല. അപ്പൊ തന്നെ ഈ തുടരുന്ന ഉപരോധം ഒരു ക്രിമിനൽ ഉപരോധമായിട്ട് UN അടക്കം പല വേദികളിലും ലോകരാജ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നു. അത്തരത്തിലൊരു രീതിയിലേക്ക് തന്നെയാണ് വെനിസ്വേലയിലെ പോക്ക്. വെനിസ്വേലയിൽ ഇലക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ ഉണ്ട്. വെനിസ്വേലയിലെ ഇലക്ഷൻസ് എത്രമാത്രം ജനാധിപത്യപരമാണ്, അതായത് അത് ഇംപാർഷ്യൽ ആണ് എന്നൊക്കെ ശരിയാണ്. അത് പലതരത്തിലുള്ള ഇത് വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ആരോപണങ്ങൾ, പലതരത്തിലുള്ള ചാലഞ്ചസ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ചാവേസിന്റെ കാലത്ത് തന്നെ ഈ ഭരണഘടനാ ഭേദഗതി അധികാര കേന്ദ്രീകരണത്തിനുള്ള ഒരു വഴി തെളിക്കുമായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാരുകളെന്ന് ഞാൻ വിശേഷിപ്പിച്ച, അല്ലെ പിങ്ക് ടൈഡ് റെജീംസ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളടക്കം വിശേഷിപ്പിച്ച ഈ പല രാജ്യങ്ങളും, ഈ പല ഗവൺമെന്റുകളും ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന്റെ ചില പ്രധാനപ്പെട്ട അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞ പോലെ ദേശീയ സമ്പത്തിന്റെ ദേശസാൽക്കരണം, അതായത് നാച്ചുറൽ റിസോഴ്സിന്റെ നാഷണലൈസേഷൻ. പിന്നെ ഒന്ന് ഈ സോഷ്യൽ സ്പെൻഡിങ് കാര്യമായ രീതിയിൽ ചെയ്തത്. മൂന്ന്, പലതരത്തിലുള്ള റിഫോംസ്. അതായത് വേറൊരു കാര്യം, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നൊരു സംഭവം. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷണലിസം, അതായത് എല്ലാ രാജ്യത്തും ബൊളീവിയൻ ഡെമോക്രസി എന്നുള്ള ഒരു ആശയമാണോ അതിന്റെ ഒരു അടിത്തറ? അതായത് അത് ഒരു തരത്തിലുള്ള, അതായത് നമ്മൾ സാധാരണ ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നു എന്നതിനുപരി പ്രധാനപ്പെട്ട പോളിസികളൊക്കെ ഗവൺമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങളിൽ ഒരു റെഫറൻഡം നടത്തി അത് റാറ്റിഫൈ ചെയ്തെടുക്കുന്ന ഒരു പ്രവണത ആ രാജ്യങ്ങൾ അന്നേരം ഉണ്ടാക്കി. അന്നേരം അത്, അതായത് ഗവൺമെന്റിന്റെ അപ്രൂവൽ റേറ്റിംഗ്സ് ഹൈ ആയിരിക്കുമ്പോൾ ഗവൺമെന്റ് ഏത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവം പബ്ലിക്കിന് മുമ്പിൽ വോട്ടിംഗിൽ ഇട്ടാൽ സാധാരണഗതിയിൽ അതൊക്കെ പാസ്സായി പോകും, ജനങ്ങളുടെ ഈ പ്രത്യേകിച്ച് ഗവൺമെന്റ് അപ്രൂവൽ റേറ്റിംഗ് ഹൈ ആയിരിക്കുമ്പോൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹ്യൂഗോ ഷാവേസ് 2 ടേം കഴിഞ്ഞിട്ട് ഇനി അനിയന്ത്രിതമായിട്ട് വീണ്ടും ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി ഒരു മോഷൻ കൊണ്ടുവരികയും രാജ്യത്ത് അത് വോട്ടിനിടുകയും ചെയ്തപ്പോൾ അത് പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഹ്യൂഗോ ഇത്തരത്തിലൊരു ശ്രമം ജനങ്ങൾ വോട്ടിനിട്ട് ചെറിയ വോട്ടിനാണെങ്കിൽ തോറ്റുപോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഷാവേസിന്റെ അപ്രൂവൽ റേറ്റിംഗ് ഹൈ ആയിരുന്ന സമയത്ത് അതേ ആവശ്യം ഷാവേസ് പിന്നെ ഒരു റെഫറൻഡത്തിൽ ഉന്നയിക്കുകയും ജനങ്ങൾ അത് വലിയ രീതിയിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതായത് 2 ടേമിന് അപ്പുറത്തും ഷാവേസിന് വീണ്ടും ഇലക്ഷന് മത്സരിക്കാം. ഇതേ സാധനം പുടിൻ റഷ്യ ചെയ്തിട്ടുണ്ട്. വീണ്ടും തുടർച്ചയായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക വഴി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഷാവേസ് 2013 മരിച്ചു. അതിനുശേഷം ഈ നിലവിൽ മദൂറോയ്ക്ക് ഇനിയും മത്സരിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ അത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ പിങ്ക് ടൈഡിന്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ വളരെ ജനകീയവും എന്താ പറയാ പലതരത്തിലുള്ള പുരോഗമനാത്മകവുമായ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റിംഗും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ, ഇക്വഡോറിൽ നടന്നിട്ടുണ്ട്, ബൊളീവിയയിൽ നടന്നിട്ടുണ്ട്. അതിനെ പ്ലൂറി നാഷണൽ സ്റ്റേറ്റുകളായിട്ട്, അതായത് എല്ലാവിധ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന, അതായത് രാജ്യം എന്നാൽ എല്ലാ മൈനോറിറ്റി മജോറിറ്റി വ്യത്യാസം ഇല്ലാതെ എല്ലാവരുടെയും രാജ്യം, അതായത് പല രാജ്യങ്ങൾ ചേർന്ന ഒരു രാജ്യം എന്നൊരു കൺസെപ്റ്റിന്റെ തരത്തേക്ക് ബൊളീവിയയും ഇക്വഡോറും ഒക്കെ അങ്ങനെ സ്വയം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പ്ലൂറി നാഷണൽ രാജ്യങ്ങളായിട്ട് അവിടുത്തെ ഭരണഘടന അവരെ വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് വന്നെന്ന് ചോദിച്ചാൽ, ഈ വെനസ്വേലയിലെ കാര്യം നോക്കുമ്പോൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വരുന്നു, ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നിലവിൽ അപ്പം അവിടെ അവിടുത്തെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയ ഒരു അവസരം വന്നപ്പം മദൂറോ പക്ഷെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഇലക്ഷൻ പിന്നെ നടത്തി അവിടെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചൊരു, അതായത് ഒരു ഡുവൽ പവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലും, അതായത് ജനങ്ങളുടെ മാൻഡേറ്റ് വേറൊരു രീതിയിൽ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലും ഈ ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തെ മിസ്യൂസ് ചെയ്തു എന്നൊരു ആരോപണമുണ്ട്. അതിൽ കുറച്ചൊക്കെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വലിയ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അമേരിക്ക ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലുണ്ടെങ്കിൽ പോലും അതൊരു ജനാധിപത്യ പ്രക്ഷോഭമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ജനാധിപത്യ മാർഗം, അതായത് ജനാധിപത്യത്തിൽ ജനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതൊരു പാർട്ടിസാൻഷിപ്പിന്റെ പ്രശ്നമാണ്. ബേസിക്കലി ഈ ഭരണകൂടത്തെ ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത്? അതായത് ജനങ്ങളുടെ, അതായത് ഒരു അപ്രൂവൽ റേറ്റിംഗ് ഹൈ ആയിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജനാധിപത്യ ഇടപെടലുകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഈ അപ്രൂവൽ റേറ്റിംഗ് ലോ ആയിരിക്കുമ്പോഴാണ് മദുറോയുടെ സർക്കാർ ഇലക്ഷനിൽ പിന്നോട്ട് പോയത്. ആ സമയത്ത് അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി 5 വർഷമോ 4 വർഷമോ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പോ വരെ കാത്തു നിൽക്കാതെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഷാവേസിന്റെ സമയത്ത് ഉണ്ടാക്കിയ
ഇത്തരം ഒരു ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഈ പബ്ലിക് ഇതിനെ പ്ലെബിസൈറ്ററി ഡെമോക്രസിയും എന്നും ചരിത്രകാരന്മാരും അക്കാഡമിക്സും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ടെൻഡൻസിയാണ്. ഇത് 1930s ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ടെൻഡൻസിയാണ്. അതായത് വലിയ രീതിയിൽ നാഷണലിസം റെട്ടറിക് ഒക്കെ പ്രചരിപ്പിക്കുക, വലിയ രീതിയിൽ സോഷ്യൽ സ്പെൻഡിങ് നടത്തുക, ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതേ രീതിയിൽ തന്നെ ഒരു ലെഫ്റ്റിസ്റ്റ് ആന്റി ഇമ്പീരിയലിസ്റ്റ് ഒരു പോപ്പുലിസ്റ്റ് രീതിയിലാണ് ഈ ലാറ്റിൻ അമേരിക്കൻ പിങ്ക് ടൈഡ് റെജീംസ് ഒക്കെ പക്ഷെ പല പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. രാജ്യങ്ങളും ആ പിന്നെ സമയത്ത് വലതുവശത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പോവുകയും ചെയ്തു. അപ്പോ അതിനകത്തൊരു കാര്യം, ഈ രാജ്യങ്ങളുടെ ജനങ്ങളെ, അതായത് ഇതൊരു റെന്റിയർ സ്റ്റേറ്റ് ആണ്. ഈ ഈ ഈ പിങ്ക് ടൈഡ് റെജീം, പ്രത്യേകിച്ച് വെനസ്വേലയിലുള്ള പിങ്ക് ടൈഡ് റെജീമിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്ത്, പ്രത്യേകിച്ച് അതിലെ എണ്ണയിൽ നിന്നുള്ള വരുമാനം, അത് വിദേശ കമ്പനികൾ കൂടുതലായി ലാഭം എടുത്തിരുന്ന ആ ലാഭത്തെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ മെച്ചം. എന്നാൽ അതിലെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, രാജ്യത്തെ ഈ ഓയിൽ ഉൽപാദനത്തിലുള്ള ഓയിലിന്റെ ഒരു പ്രാധാന്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റ് മേഖലകളിലേക്ക് രാജ്യത്തിന്റെ വരുമാനം മറ്റ് മേഖലകളിൽ നിന്നും കൂടി ഉണ്ടായി വരത്തക്ക രീതിയിൽ, അതായത് ഈ ഓയിൽ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറുന്ന രീതിയിൽ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വലിയ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സക്സസ്ഫുൾ ആയി, അതിനെ സസ്റ്റൈനബിൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് വെനസ്വേലയിലെ ഈ ബൊളിവേറിയൻ ഗവൺമെന്റിന്റെ ഒരു പിന്നോട്ട് പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ തുടർച്ചയായിട്ടുള്ള ഈ അൺട്രസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് അന്താരാഷ്ട്ര കാരണങ്ങൾ കൊണ്ടും വിദേശ ഇടപെടലുകളും കൊണ്ടും ഈ പറയുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ കൊണ്ടും അമേരിക്കൻ ബ്ലോക്കേഡ് കൊണ്ടും ഒക്കെ എന്താ പറയുക, ഈ ഓയിൽ വിപണിയെ അതിൽ നെഗറ്റീവായി ബാധിക്കുകയും ഓയിൽ കച്ചവടം നടക്കാതെ വരികയും ഓയിൽ റവന്യൂ കുറഞ്ഞ് നാഷണൽ റവന്യൂ കുറയുന്ന ഒരു സ്ഥിതി അടിക്കടി ഉണ്ടായി വരുമ്പോഴാണ് രാജ്യത്ത് ഭയങ്കര അൺട്രസ്റ്റ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എല്ലാ കാലത്തും അവിടുത്തെ വിഭവങ്ങൾ അമേരിക്കയുടെ ഒരു വലിയ പ്രലോഭനമാണ്. അത് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ എണ്ണയടക്കമുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഒരു വലിയ ശേഖരം അമേരിക്കയ്ക്ക് എപ്പോഴും പ്രലോഭനമാണ്. അവർ സ്വാശ്രയമായ ഒരു രാജ്യം എവിടെ ഉണ്ടായാലും അവർക്കത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. അത് അമേരിക്കൻ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞു ഇത് മൂലധന താല്പര്യങ്ങളാണ്. കൊളംബസിന്റെ ഏഷ്യയിലേക്കുള്ള യാത്രയിൽ ഇത് കണ്ടുപിടിച്ചെന്നുള്ളതാണ് വെപ്പ്. എന്നാൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ ഇത്രയും ജനങ്ങൾ ഉണ്ടായതായിട്ട് യൂറോപ്പിൽ ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ടെത്തിയതിനു ശേഷം ഇവിടെ ജനങ്ങളുണ്ടെന്നും ഇവിടെ ധാരാളം റിസോഴ്സ് ഉണ്ടെന്നും പല കഥകളും ഒക്കെ ഉണ്ടായിരുന്നെന്നും അതൊക്കെ ആളുകൾ അന്വേഷിച്ചു പോവുകയും ഇവിടെ ധാരാളം മിനറൽസ്, നാച്ചുറൽ റിസോഴ്സ് ഒക്കെ ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെ അഗ്രികൾച്ചറിന് വലിയ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തി. 2 തരം വ്യവസായങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഒന്ന് അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള വലിയ വ്യവസായം, പിന്നെ ഒന്ന് ഈ നാച്ചുറൽ റിസോഴ്സസ്, ഇതുപോലെ മിനറൽസ്, മെറ്റൽസ്, അതുപോലെ തന്നെ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതിന്റെ എക്സ്ട്രാക്ഷനുമായിട്ടുള്ള ബിസിനസ്. ഈ 2 ബിസിനസ്സാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മുഖ്യമായിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ വലിയ മുതൽ മുടക്ക് വരും. ഇതിലൊക്കെ ആരാണ് മുതൽ മുടക്കി? അതായത് ഈ രാജ്യത്തെ ഒരു ഇൻഡസ്ട്രി എന്ന് ഡെവലപ്പ് ചെയ്ത് വന്നത് ഫോറിൻ ക്യാപിറ്റൽ കൊണ്ട് തന്നെയാണ്. അതായത് ഫോറിൻ ക്യാപിറ്റലിസ്റ്റുകൾ, അതായത് സ്പാനിഷ് ആളുകളാണ് ഇതിലാദ്യം മുതൽ മുടക്കിയത്. പിന്നീട് അത് ബ്രിട്ടൻ ഇതിൽ പൈസ മുടക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് റെയിൽവേ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. അത് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സ് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. പിന്നീടാണ് അമേരിക്കൻ കമ്പനികൾ ഇതിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് ഇതിൽ സ്റ്റേക്ക് ഉണ്ട്. കാര്യം ഈ ഇൻഡസ്ട്രി ഈ ഇത്തരം നാച്ചുറൽ റിസോഴ്സസും അഗ്രികൾച്ചറൽ ലാൻഡും എല്ലാം അവിടെ ഉണ്ടെങ്കിലും ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഇത് ലോക വിപണിയായിട്ട് ലാറ്റിൻ അമേരിക്ക പണ്ട് തൊട്ടേ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ലാറ്റിൻ അമേരിക്ക, ഈ ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളെക്കാൾ ലാറ്റിൻ അമേരിക്കയാണ് ലോക വിപണിയുമായിട്ട് അതിനു മുമ്പേ, വളരെ കാലം മുമ്പ് തന്നെ ബന്ധിക്കപ്പെട്ടത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇവിടെ റബ്ബർ ബ്രസീലിൽ നിന്ന് വന്നതാണ്. നമ്മുടെ കേരളത്തിലുള്ള റബ്ബർ ശരിക്കും ബ്രസീലിൽ നിന്ന് വന്നതാണ്. അത് അപ്പൊ ഇത്തരത്തിലുള്ള ബന്ധമുണ്ട്. അതായത് പോർച്ചുഗീസുകാർ അവിടെ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന അമേരിക്കയുടെ ഈ ചെറിയ തോതിലുള്ള ആക്രമണം, അപ്പോൾ 2 പേരാണ് കൊല്ലപ്പെട്ടത്, നാർക്കോ ടെററിസ്റ്റുകളാണ് മരിച്ചതെന്നാണ് അമേരിക്ക പറയുന്നത്. ഇതൊരു ലാർജ് സ്കെയിൽ യുദ്ധമായി മാറാനുള്ള എന്തെങ്കിലും സാധ്യത നിലവിലുണ്ടോ? ഇതിനെ നമുക്ക് ഒരു 3 തരത്തിൽ കാണാം. ഒന്ന്, രാജ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന വിചാരിക്കും.
അപ്പോൾ അമേരിക്കൻ സൈന്യം, അമേരിക്കൻ നേവി പുറംകടലിലുണ്ട്. ഈ സമയത്ത് മിലിറ്ററിക്ക് ഇടപെടാം. മുമ്പ് മിലിറ്ററിയിലെ ഒരു വിഭാഗം ഒരു പൊളിറ്റിക്കൽ എലീറ്റുമായിട്ട് ചേർന്ന് ഷാവേസിനെതിരെ ഒരു കൂ നടത്തിയിട്ടുണ്ട്. അതെ ഇപ്പോൾ പൊതുവെ ലാറ്റിൻ അമേരിക്ക വെനിസ്വേലൻ മിലിറ്ററി മദൂറോയോട് കൂറ് പ്രഖ്യാപിച്ച് അങ്ങനെ നിൽക്കുന്നവരാണെങ്കിലും അത്തരം ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം അത് എന്ത് വേണമല്ലോ, അത് ഓർക്കസ്ട്രേറ്റഡ് ആകാം, നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാവാം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ട് രാജ്യത്ത് വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി വന്ന് അതിനെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആയിട്ട് കണ്ട് മിലിറ്ററി അധികാരം പിടിക്കുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു അമേരിക്കൻ സാന്നിധ്യം കരുത്തു പകരും. എന്നാൽ അതുപോലെ തന്നെ ഇപ്പം ഒരു ഇലക്ഷനിലേക്ക് രാജ്യം പോകുന്നു. ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഇനിയും വെനിസ്വേലയിൽ മദൂറോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം മദൂറോ നയിക്കുന്ന ഈ സർക്കാർ തുടരുകയാണെങ്കിൽ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും രാജ്യത്ത് വലിയ ഉപരോധം തുടരുകയും സാമ്പത്തിക ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോകുക എന്നൊരു ഭീതി ജനങ്ങളിൽ ജനിപ്പിക്കുകയും ആ വഴി അത് ഇലക്ഷനെ സ്വാധീനിക്കുകയും ചെയ്യാം. ഈ ഒരു തരത്തിലുള്ള ഇടപെടലും അമേരിക്ക നടത്തിയിട്ടുണ്ട്. എന്തായാലും നിക്കോളാസ് മൂന്നാമതുള്ളത് മദുരോയെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധങ്ങളുടെയും അതുപോലെ തന്നെ ഈ ചെറിയ രീതിയിലുള്ള ഡോൺ ആക്രമണങ്ങളുടെയും ഒക്കെ ലക്ഷ്യം എന്നുള്ള വ്യക്തമാണ്. തീർച്ചയായും. കാര്യം ഷാവേസിന്റെ കാലത്ത് ഹെൻറി കാപ്രിലാസ് അതുപോലെ തന്നെ ഒരു 1-2 പ്രതിപക്ഷ നേതാക്കളുണ്ടായിരുന്നു. പൊതുവെ അവര് ജനാധിപത്യ രീതിയിൽ തന്നെ ഇലക്ഷൻ നിൽക്കുന്നു, അവർ ഇലക്ഷന് മത്സരിക്കുന്നു. അവര് മാനുവൽ റൊസേലാസ് എന്ന 2 പേരാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രത്യേകിച്ച് മദൂറോയുടെ പോപ്പുലാരിറ്റി കുറച്ചും കൂടെ കുറവാണെന്ന് കണ്ടിട്ടാണ് അമേരിക്ക ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരം ശ്രമങ്ങൾ നടത്തിയത്. അതായത് വെനിസ്വേലൻ ഓപ്പോസിഷന് ധാരാളമായി റിസോഴ്സസും മീഡിയ പ്രസൻസും ഒക്കെ കൊടുത്ത് ജുവാൻ ഗയാഡോ എന്ന് പറഞ്ഞ നാഷണൽ അസംബ്ലിയിലെ നേതാവിനെ അവര് വെനിസ്വേലയിലെ പ്രസിഡന്റായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അതായത് മദൂറോയെ ഡീലെജിറ്റിമൈസ് ചെയ്തു. പക്ഷെ അതിനെതിരെ കാര്യമായ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ മദൂറോയ്ക്ക് പറ്റിയോണ്ട് തന്നെ പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ വട്ടം വെനിസ്വേലയിൽ ഒരു പ്രതിപക്ഷ നേതാവിനാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്ത് പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ അവരവിടെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ബാലറ്റിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ആയുധത്തിലൂടെ ആണെങ്കിലും ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കുള്ള ലെവറേജ് ആയിട്ടാണ് നിലവിൽ ഈ സൈനിക വിന്യാസം അവിടെ ഉള്ളത്. മാത്രമല്ല ഈ സൈന്യം അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ വെനിസ്വേലയിലെ ട്രേഡ് തടസ്സപ്പെടും, വെനിസ്വേലയുടെ എണ്ണ കച്ചവടം തടസ്സപ്പെടുകയും രാജ്യം കൂടുതൽ ഇതിൽ ക്രൈസിസിലേക്ക് പോവുകയും ആന്റി ഇൻകംബൻസി വലിയ രീതിയിൽ കൂടുവാനാണ് സാധ്യത. ഇതിൽ ഈ വെനിസ്വേലയ്ക്ക് പല രാജ്യങ്ങളും, അതായത് ചൈന ഇതുപോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ കൂടി ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് രാജ്യം ഉള്ളത്. അവിടെയുള്ള അമേരിക്കൻ സൈനിക വിന്യാസത്തെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾ വെനിസ്വേലയെ സഹായിക്കുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ രാജ്യം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പൊ ബാലറ്റിലൂടെയോ അല്ലെങ്കിൽ സായുധമായോ തന്നെ അവിടെ അകത്തുനിന്ന് തന്നെ ഒരു ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. അത് നടക്കാത്ത പക്ഷം മാത്രമായിരിക്കും നേരിട്ടുള്ള എന്തെങ്കിലും സൈനിക നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ഇതാണൊരു ലാറ്റിൻ അമേരിക്ക നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. എന്തായാലും ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക തുടങ്ങി വെച്ചിരിക്കുന്ന ഈ യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സൂചനകൾ യഥാർത്ഥത്തിൽ മയക്കുമരുന്നിനെതിരായ യുദ്ധമൊന്നും അല്ല, മറിച്ച് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന നീക്കം നിക്കോളാസ് മദുരോ എന്ന് പറയുന്ന അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുന്ന ആ ഭരണാധികാരിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം, അത് അമേരിക്കയുടെ മൂലധന താല്പര്യങ്ങളുമായും എണ്ണയുമായൊക്കെ ബന്ധപ്പെട്ട സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയിൽ ഇന്ന് ലാറ്റിൻ അമേരിക്കയിൽ പല ഘട്ടങ്ങളിലായി അമേരിക്ക നടത്തിയ അട്ടിമറി ശ്രമങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനെതിരെ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് വെനസ്വേലയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു യുദ്ധമോ അല്ലെങ്കിൽ ആഭ്യന്തര കലാപമോ ഒക്കെയുള്ള സാധ്യതകൾ രൂപപ്പെടാൻ പോകുന്നത്. ഈ സംവാദം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി ഡോക്ടർ മുഹമ്മദ് ഷബീർ.